Hi everyone, it's me Harsha and welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഹെയർ കെയർ ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഉണങ്ങി വരണ്ട മുടിയൊക്കെ ആണെങ്കിൽ അതായത് ഡ്രൈ ആയിട്ട് മുടിയൊക്കെ ഉള്ളതാണെങ്കിൽ അത് കെട്ടുപിണയാനും അതുപോലെ തന്നെ പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പം വരണ്ട ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മുടി എങ്ങനെ നമുക്ക് സോഫ്റ്റ് ആക്കാം അതിനെ കുറച്ച് ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കാണാൻ നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കെമിക്കൽസ് മിനിമം കെമിക്കൽസ് ഉള്ള പ്രോഡക്ട്സ് വേണം നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റൊക്കെ നന്നായിട്ട് വായിച്ച് അതല്ലെങ്കിൽ ഡെയിലി കുറച്ച് ആയുർവേദിക് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ സിലിക്കോൺ പാരബൻസ് ഇതെല്ലാം സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഹെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ മിനിമം നമ്മൾ യൂസ് ചെയ്യാം. ഒരുപാട് ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹെയർ പ്രൊട്ടക്റ്റൻറ്റ് ഒക്കെ അവൈലബിൾ ആണ്, സ്പ്രേസും ക്രീംസും ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് ഒക്കെ നമ്മുടെ മുടിയിൽ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് മുടി നമ്മൾ ഹെയർ വാഷിന് മുന്നേ തന്നെ നന്നായിട്ട് കോംബ് ചെയ്ത് കെട്ടെല്ലാം അഴിച്ച് ജടയെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ എപ്പോഴും ഹെയർ വാഷ് ചെയ്യാനായിട്ട്. ഇനി ഷാംപൂ ഉപയോഗിച്ച ശേഷം നമ്മൾ ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ ഒരു കണ്ടീഷണർ, നമ്മുടെ ഹെയറിന് സൂട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷണർ നന്നായിട്ട് യൂസ് ചെയ്യണം. കണ്ടീഷണർ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മളിപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സീറം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു സെമി ഡ്രൈ ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഹെയറിൽ നമ്മുടെ ഹെയറിന് സൂട്ട് ചെയ്യുന്ന ഒരു ഹെയർ സീറം യൂസ് ചെയ്യുക. ആൻഡ് മുടി ഉണങ്ങിയ ശേഷം മാത്രം മെടഞ്ഞിടുകയോ കെട്ടിയിടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുടി ടാങ്കിൾ ആവാനായിട്ടുള്ള ചാൻസസ് ഒക്കെ നല്ല കുറവായിരിക്കും. ഇപ്പോൾ ടാങ്കിൾ ആകുമ്പോഴാണല്ലോ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് മുടി നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾ കോംബ് ചെയ്ത് നന്നായിട്ട് കെട്ടി വയ്ക്കാനായിട്ട്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് മുടിയുടെ ജട മാറ്റാനായിട്ട് ഡീടാംഗ്ലിംഗ് കോംസ് അവൈലബിൾ ആണ്. മുടി നമ്മുടെ നന്നായിട്ട് കെട്ടുപിടയുന്നുണ്ടെങ്കിൽ ഡീടാംഗ്ലിംഗ് സ്പ്രേസ് അവൈലബിൾ ആണ്. ഷിയ ബട്ടർ അതുപോലത്തെ ഒക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഡീടാംഗ്ലിംഗ് സ്പ്രേ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ല അകലമുള്ള കോംബ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഡീടാംഗ്ലർ കോംബ് ഉണ്ടാവും, ഡീടാംഗ്ലർ ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് വേണമെങ്കിലും നമ്മുടെ മുടി നന്നായിട്ട് ഡീടാംഗിൾ ചെയ്തിട്ട് വേണം നമ്മുടെ മുടി നമ്മളെപ്പോഴും കെട്ടി വെക്കാനായിട്ട്. ഈ ഡീടാംഗ്ലിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ അലോവേറ ജെൽ അതുപോലെ തന്നെ ഷിയ ബട്ടർ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ കാരണം നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവാനും ചാൻസസ് കൂടുതലാണ്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഓയിലിംഗ്. വരണ്ട മുടിക്ക്, ഡ്രൈ ആയിട്ടുള്ള മുടിക്ക് ഏറ്റവും നല്ല ഒരു ഹെയർ കെയർ ആണ് ഓയിലിംഗ് ചെയ്യാന്നുള്ളത്. നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ സൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഒക്കെ നമ്മുടെ ഹെയർ സോഫ്റ്റ് ആക്കാനായിട്ട് നല്ല ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, കുറച്ച് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, എന്താണോ കാച്ചിയ വെളിച്ചെണ്ണ, എന്താണോ നിങ്ങളുടെ ഹെയറിന് സൂട്ട് ചെയ്യുന്നത് അത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹെയറിൽ നന്നായിട്ട് സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ്സ് മാത്രം വയ്ക്കുക. മാക്സിമം ഒരു 30 മിനിറ്റ്സ്. ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ 10-15 മിനിറ്റ്സ് കിട്ടുന്ന ആ ഗുണം തന്നെയാണ് നമ്മുടെ ഓവർനൈറ്റ് വെക്കുന്നത്. ഒരുപാട് ഓയിലിങ്ങും നമ്മുടെ ഹെയറിന് നല്ലതല്ല. അപ്പം ഈ ഒരു ഒലീവ് ഓയിൽ നമ്മുടെ ഹെയർ സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ സ്പാ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ടവൽ നനഞ്ഞ ഇളം ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്ത ടവൽ നമ്മൾ ഹെയറിൽ ഫുള്ളും ഇങ്ങനെ കെട്ടി വെക്കുക. ഫുൾ നമ്മുടെ ഹെയർ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാം. ഒരു 20 മിനിറ്റ്സ് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ വെച്ച് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഹോം സ്പായാണിത്. നെക്സ്റ്റ് ഹെയർ ടിപ്പ് എന്ന് പറയുന്നത് മാസ്കിംഗ് ആണ്. വീട്ടിൽ തന്നെ നമുക്ക് ഹെയർ മാസ്ക് വീക്ക്ലി ട്രൈസ് ഒക്കെ നമുക്ക് ഹെയർ മാസ്ക് ഉപയോഗിക്കാം. മുട്ട, തൈര്, വാഴപ്പഴം,
തേൻ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹെയർ മാസ്ക് ആക്കി ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആവും. നമ്മുടെ മുട്ട ആൻഡ് കേർഡിൻ്റെ തൈരിൻ്റെ ഒരു ഹെയർ മാസ്ക് അത് ബെസ്റ്റ് ആണെന്നുള്ളതാണ്. നല്ല സോഫ്റ്റ് ആക്കും. മീൻസ് എന്താ പറയുക, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് ആണത്. ആൻഡ് എനിക്കറിയാം എൻ്റെ മുടി എന്തോരം എൻ്റെ മുടിയുടെ ടെക്സ്ചർ മാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഒരു മാനേജബിൾ ആയിട്ടുണ്ട് എൻ്റെ മുടി ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ. അപ്പോൾ നമുക്ക് വീക്ക്ലി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ മാസ്കും നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞത്, നമുക്കിപ്പോൾ ധൃതിയിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നനഞ്ഞ മുടിയൊക്കെ ആണെങ്കിൽ അത് വലിച്ച് വാരി ഇങ്ങനെ ചീവി 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 അത് പകുതി മുക്കാലും നമ്മുടെ പൊട്ടിപ്പോകും. അപ്പോൾ അത് ഒന്ന് അവോയ്ഡ് ചെയ്യുക. നനഞ്ഞ മുടി ഒരിക്കലും നമ്മൾ ചീവാനായിട്ട് ട്രൈ ചെയ്യരുത്. ഇത് സെമി ഡ്രൈ അല്ലെങ്കിൽ ഫുൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം നമ്മളെപ്പോഴും നമ്മുടെ മുടി ചീവാനായിട്ട്. അതും നല്ല അകൽച്ചയുള്ള ഒരു നല്ല ഇതിന് കോമ്പിന് അകൽച്ചുള്ള ഗ്യാപ്പുള്ള ചീപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും നമ്മുടെ മുടിയിലെ ജടയൊക്കെ കളയാനായിട്ട്, ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട്. എപ്പോഴും അങ്ങനത്തെ കോമ്പാണ് നല്ലത്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഡീറ്റാങ്കിളിങ് ബ്രഷസ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു നമ്മുടെ ഹെയറിൻ്റെ ടാങ്കിളൊക്കെ കളയാൻ പറ്റും. അപ്പോൾ ഒരിക്കലും നനഞ്ഞ മുടി നമ്മൾ മെടഞ്ഞു വയ്ക്കേ അല്ലെങ്കിൽ ചീവി ജട കളയാനോ ഒരിക്കലും നോക്കരുത്. ഇനി 2 വീലറിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനത്തെ ഉള്ള ആൾക്കാർ മുടി ഇപ്പം നമ്മൾ അഴിച്ചിടുകയാണ് അല്ലെങ്കിൽ പോണിറ്റെയിലൊക്കെ കെട്ടിയേക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് എപ്പോഴും ഒരു സ്കാർഫ് വെച്ചിട്ട് അത് കെട്ടിവെക്കുക. എങ്ങനെയെങ്കിലും ഫുൾ സ്കാർഫ് കെട്ടിവെക്കുക. നമ്മൾ ഭംഗിയൊന്നും നോക്കണം, നമ്മുടെ മുടിയുടെ ഒരു കെയറാണ് നോക്കേണ്ടത്. അപ്പോൾ സ്കാർഫ് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മുടി ഇങ്ങനെ കാറ്റത്ത് പറന്ന് ഇങ്ങനെ ഒരുപാട് ജടയാവുകയില്ല, പൊട്ടിപ്പോവുകയില്ല, പൊടിയും ഒന്നും അടിക്കില്ല. അപ്പം നമ്മളെപ്പോഴും ഓഫീസ് 2 വീലറിൽ പോയി കഴിയുമ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ടൊക്കെ പോവുകയാണെങ്കിൽ കാറ്റത്ത് കിടന്ന് പറന്ന് ഉള്ള പൊടിയും പുകയും മണ്ണും ഒക്കെ എല്ലാം തെറിച്ച് നല്ല കട്ട ജടയായിട്ട് മുടി ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാം പൊട്ടിപ്പോകും. അപ്പം ബെറ്റർ നിങ്ങൾ ഒരു സ്കാർഫ് കെട്ടി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമേ നമുക്കുണ്ടാവില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ പില്ലോ കവേഴ്സ് ആണ്. നല്ല സിൽക്കിൻ്റെ പില്ലോ കവേഴ്സ്, സാറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ പില്ലോ കവേഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി ഇങ്ങനെ അതിൽ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ഫ്രിക്ഷൻ വരുമ്പോഴാണ് നമ്മുടെ മുടി കെട്ട് പിഴയുന്നതും അതുപോലെ പൊട്ടിപ്പോകുന്നതും ഒക്കെ. അപ്പോൾ സാറ്റിൻ്റെ പില്ലോ കവറൊക്കെ ആണെങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും. അതുപോലെ തന്നെ ഭയങ്കര റഫായിട്ടുള്ള തുണി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്ത്, അതായത് നമ്മൾ തോർത്താന്ന് പറയില്ലേ, അങ്ങനെ ഒരിക്കലും പാഡ് ഡ്രൈ ചെയ്യരുത്. മൈക്രോ ഫൈബറിൻ്റെ തുണി വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും നമ്മുടെ മുടി പാഡ് ഡ്രൈ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഏതെങ്കിലും കോട്ടൺ ടീഷർട്ട്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ, അച്ഛൻ്റെ, ബ്രദറിൻ്റെ ഒക്കെ പഴയ കോട്ടൺ ടീഷർട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം എപ്പോഴും പാഡ് ഡ്രൈ ചെയ്യാനായിട്ട്. ഇതില്ലെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആവുകയും ചെയ്യും ആൻഡ് മുടി പൊട്ടിപ്പോകാനായിട്ടുള്ള മാക്സിമം ചാൻസസും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. പറഞ്ഞല്ലോ, കുഞ്ഞു കുഞ്ഞു ടിപ്സാണ്. ഒരുപാട് പണം ചെലവുള്ളതോ ഒരുപാട് തലപുകഞ്ഞ് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുമല്ല. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ വരുത്തുന്നതിന്. ചെറിയ ചെറിയ കരുതലുകളാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ പറയുമോ എൻ്റെ മുടിയൊക്കെ പൊഴിഞ്ഞു പോവാണ്, എൻ്റെ മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആണ്, ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ആരുടെ പറയേണ്ട ആവശ്യമേ വരില്ല. നിങ്ങൾ നിങ്ങളുടെ മുടിയെ എത്ര ഷോർട്ട് ഹെയർ ആണെങ്കിലും ലോങ് ഹെയർ ആണെങ്കിലും നന്നായിട്ട് അത് സംരക്ഷിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.